ഗൈസ്, ഇന്ന് നമ്മൾ നാശമായ ഒരു LED ബൾബിൽ നിന്ന് എങ്ങനെ ഒരു ഹെഡ് ലാമ്പ് ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ LED ബൾബിൻ്റെ ഉള്ളിലത്തെ ആ ഒരു LED ഫിക്സ് ചെയ്തേക്കുന്ന പ്ലേറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. അതിൽ നിന്ന് 2 LED മതി നമുക്ക് ഹെഡ് ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 2 LED നമ്മൾ സെയിം കണക്ഷനുള്ള 2 LED നമ്മൾ കട്ട് ചെയ്തെടുക്കണമെന്ന്. അതായത് പോസിറ്റീവും നെഗറ്റീവും സെയിം ആയിട്ടുള്ള അങ്ങനെയായിരിക്കും അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ 2 പീസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അധികം LED ആയി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കൂടുതൽ ഡ്രെയിൻ ആവും. അതുകൊണ്ട് 2 മതി, അത്യാവശ്യത്തിലധികം ലൈറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ് നമ്മൾ കുറച്ച് ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർക്യൂട്ട്, അതായത് ആ ഒരു ചെമ്പിൻ്റെ ഭാഗം കിട്ടും. അപ്പോൾ നമ്മൾ ആ 2 പോസിറ്റീവിൻ്റെ ഭാഗത്തും നെഗറ്റീവിൻ്റെ ഭാഗത്തും ചെറുതായിട്ട് ചിരണ്ടി കൊടുത്തിട്ട് അതിൽ നമ്മൾ 2 വയർ വെച്ച് സോൾഡർ ചെയ്യണം. ഇത് സോൾഡർ ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റർ വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. കാരണം അധികം കറണ്ട് വലിക്കാണ്ടിരിക്കാൻ ഒരു റെസിസ്റ്റർ നല്ലതാണ്. അത് നമുക്ക് ഈ ബൾബിൽ നിന്ന് തന്നെ കിട്ടും. അത് കട്ട് ചെയ്തെടുത്ത് അതും കൂടി സോൾഡർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്വിച്ച് വെച്ച് കൊടുക്കുക. ഈ റെസിസ്റ്റർ അതിൽ ഇതിലൊരെണ്ണത്തിൻ്റെ അവിടെ നിന്ന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അതിനൊരു സ്വിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബാറ്ററിയാണ്. ബാറ്ററി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1.2 വോൾട്ടിൻ്റെ 7 ബാറ്ററിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു 7 ബാറ്ററിയാണ്. കാരണം ഇതിന് മിനിമം 8 വോൾട്ട് വേണം ഈ LED ബൾബ് കത്താൻ വേണ്ടിയിട്ട്. അത് ഓരോ LED ബൾബ് അനുസരിച്ചിരിക്കും. അപ്പോൾ എത്ര എണ്ണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ റീചാർജബിൾ ബാറ്ററി ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ 1, 2, 3 യൂസാണ് അത്യാവശ്യം വരിക. അതിനു വേണ്ടി നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചാൽ മതി. അതാകുമ്പോൾ ഈ ബാറ്ററി സെറ്റ് ചെയ്യേണ്ട പണിയും കുറവാണ്. നേരെ നമുക്ക് ആ 9 വോൾട്ട് ബാറ്ററിയും കണക്ടറും വെച്ച് ഇതിലേക്ക് സ്വിച്ച് വഴി കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 4 എണ്ണം ഇങ്ങനെ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 എണ്ണം കൂടി ഞാൻ സോൾഡർ ചെയ്ത് പ്ലസ് മൈനസ് അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ സീരീസ് ആയിട്ടൊരു 7 ബാറ്ററി കണക്ട് ചെയ്ത് ടോട്ടൽ എനിക്കിവിടെ 8 വോൾട്ടിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. 9 വോൾട്ടിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് വെക്കാനുള്ള ഒരു ഹെഡ് ലാമ്പിൻ്റെ ഷേപ്പ്, അതായത് ഹെഡ് ലാമ്പിൻ്റെ മെയിൻ ആ ഒരു ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ബോട്ടിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോക്സി ഗ്ലൂ വെച്ചിട്ട് ഈ സ്വിച്ച് ഒട്ടിച്ച് വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ എപ്പോക്സി ഗ്ലൂ തേച്ചിട്ട്, എപ്പോക്സി ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ, അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടി നിൽക്കും. പിന്നെ അഡീഷണൽ സപ്പോർട്ടായിട്ട് ഞാനൊരു ബ്ലാക്ക് ടൈപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ, അതായത് ഹെഡ് ലാമ്പ് നമ്മുടെ തലയിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് ആവശ്യമുണ്ട്. ആ ബെൽറ്റിൽ ഈ ബോട്ടിലായിട്ട് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പി അല്ലെങ്കിൽ ഒരു വയറോ എന്തെങ്കിലും വെച്ച് നമുക്ക് അത് കെട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹോൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കമ്പി വെച്ചിട്ട്, അതൊരു വയറാണ്, വയർ പീസാണ്, അത് വെച്ച് ബെൽറ്റിനെ കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട്. ബെൽറ്റിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ ഒരു പഴയ ബെൽറ്റിൻ്റെ ഒരു പീസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ അത് നല്ല ഗ്രിപ്പിലിരിക്കുകയും ചെയ്യും. അതുപോലെ നമുക്കത് ഇടുമ്പോൾ ഒരു കംഫർട്ടായിരിക്കും. ഇത് നമുക്ക് ഓരോരുത്തരുടെ എങ്ങനെയാണ് നല്ലതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ നിന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്ത് പുറത്ത് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പരിപാടി കഴിയും. ഇത് കുറച്ച് ഉറപ്പുള്ള വയറാണ്, അതുകൊണ്ടാണ് അതിങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന കമ്പി കുറച്ച് കട്ടിയുള്ള കമ്പിയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ വൃത്തികേടും ഉണ്ടാവില്ല. നല്ല
ഒതുങ്ങിയിരുന്നോളും. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ നമ്മുടെ ഡോമും അതിന് ചെറിയൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെയിം ബോട്ടിൻ്റെ തന്നെ ഒരു പ്ലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഡോമിൻ്റെ ഒപ്പം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ടേപ്പ് ഒട്ടിക്കാം. ഞാൻ ഈ ടൈപ്പ് ഒട്ടിച്ചത് എന്താ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. കാരണം ഉള്ളിലെ ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാനും അല്ലെങ്കിൽ എടുക്കാനൊക്കെ ആയിട്ട് ഇത് സിമ്പിളാണ്. അതുപോലെ നല്ല കട്ടിയുള്ളത് കൊണ്ട് ആ ഫ്രണ്ടിലത്തെ ഷേപ്പും അതുപോലെ തന്നെ നിൽക്കും. അതുപോലെ നമ്മൾ ഡോമിൻ്റെ കമ്പി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫിക്സ് ആക്കിയിരിക്കുന്നത്. നമുക്കിത് റീചാർജ് ചെയ്യണമെങ്കിൽ റീചാർജിന് വേണ്ടിയിട്ടൊരു പിന്നും കൂടിയും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെഡ് ലാമ്പ് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് നമുക്ക്. 2 LED ബൾബ് കൊണ്ട് തന്നെ അത്യാവശ്യത്തിലധികം വെളിച്ചമുണ്ട്. അപ്പോൾ ഞങ്ങളിതുകൊണ്ട് ഞണ്ടിന് പിടിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ വീക്കെൻഡ് ഡേയ്സിൽ മെയിൻ പരിപാടിയാണ് ഇവിടെ ഞണ്ട് പിടുത്തം. അതിന് മുന്നേ തലയിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കട്ടെ. അടിപൊളിയാണ്, നല്ല കംഫർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞണ്ട് പിടിക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ ഞണ്ട് പിടിക്കാൻ വേണ്ടി ഞാനും ഷബീക്കും ലാലും ഷിൻഡോയും കൂടിയിട്ടാണ് പോകുന്നത്. വിറകാട്ടുന്നാണ്. അതെ, പ്രാചീന കാലത്തുനിന്ന്. ആ സാൾട്ട് അതെ, വളരെ പണ്ട് കാലം തൊട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു യന്ത്രമാണ് ഞണ്ട്. ചിക്കൻ ടിക്ക അമ്പോ. ഷബീഖിന് ഈ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും? ഞണ്ടൊന്നായി കഴിഞ്ഞ വിശന്നിട്ട് വയ്യ. അദ്ദേഹം ഇരിക്കുന്നത്. സ്നേഹം, 2 സ്പൂൺ സ്നേഹം. വേണ്ട, ഞണ്ടിനോടുള്ള ആർത്തിയാണിത്, സ്നേഹം. ഇത് ജാതി കട്ടിമര, അതങ്ങനെ വെച്ചു കൊടുത്തോ. കത്തി പിടിച്ച പിന്നെ കത്തിക്കോളും. വിജയം കാണുന്നുണ്ട്. പരിശ്രമം അല്ല, ചീളുകൾ, വിലപ്പെട്ട ചീളുകൾ. ചീള് കേസാണ്, ചീള് കേസ്. പക്ഷെ അത് കിട്ടാൻ തിരി പാടാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. വെറും ചീള് കേസ്. അതെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഞണ്ടുപിടുത്തം വളരെ സക്സസ് ആയിരുന്നു. 10-50 ഞണ്ട് കിട്ടി. നമുക്ക് നല്ല വെളിച്ചമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഞണ്ടിനൊക്കെ പിടിക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ടിക്കയും ഞണ്ട് കറിയൊക്കെ ആയിട്ട് ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ തേഴ്സ്ഡേ നൈറ്റ് ഔട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗഡീസ്, കുഡോസ് ടു ഓൾ.